ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മടി വിചാരിക്കല്ലേ. അതുവഴി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്. നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. 4 ഓഫ് പെൻറ്റക്കിൾസ് കണ്ടല്ലേ. ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉള്ള സാമ്പത്തികത്തെ നിങ്ങൾ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അല്ല, അതിനെ വിട്ടുകളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെയും കയ്യിലുള്ളത് വിട്ടുപോകാതെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സന്തോഷത്തെ നൽകും. അങ്ങനെ നിങ്ങൾക്ക് സന്തോഷത്തെ നൽകുമെങ്കിൽ സന്തോഷത്തെ നൽകുന്ന വിധത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് ദാനം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ, ഇല്ലാത്തവർക്ക്, പാവങ്ങൾക്ക്, അതായത് അത് അർഹിക്കുന്നവർക്ക്, എല്ലാവരുടെയും കാര്യമല്ല, അത് അർഹിക്കുന്നവർക്ക് കുറച്ചെങ്കിലും കൊടുത്ത് നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് അതിനിരട്ടിയായിട്ട് വന്നു ചേരും. അത് എങ്ങനെ വേണം കൊടുക്കാൻ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കൊണ്ട് ഫീൽ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു പൈസ നിങ്ങൾ കൊടുക്കുന്നതിന് ഇരട്ടിയായി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള ആ ഒരു വിശ്വാസത്തെ നിങ്ങൾ അപ്പാടെ മറന്നേക്കുക. ഇത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയല്ല, മറ്റാരും അറിയാൻ വേണ്ടിയല്ല നിങ്ങൾ കൊടുക്കുന്നത്. യൂണിവേഴ്സിന് ഇത് അറിയാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കത് പ്രയോജനം ചെയ്യുമെങ്കിൽ അത് നിങ്ങൾക്ക് അതിനിരട്ടിയായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരും. അല്ലാതെ കൊടുക്കുമ്പോൾ എനിക്കിതിന് ഇരട്ടിയായിട്ട് തിരിച്ചു വരണം എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി നിങ്ങൾ ദാനം ചെയ്യാതിരിക്കുക. വലത് കൈകൊണ്ട് ചെയ്യുന്നത് ഇടത് കൈകൊണ്ട് പോലും അറിയരുത്. മനസ്സിലായോ? അങ്ങനെ ആരെയും അറിയിക്കാൻ വേണ്ടിയല്ല നമ്മൾ ദാനം ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സുകൊണ്ട് തോന്നുക, പരിപൂർണമായ ആ ഒരു മനസ്സോടുകൂടി, സന്തോഷത്തോടുകൂടി, മനസ്സിലായി, ഹൃദയം കൊണ്ട് ഫീൽ ചെയ്തിട്ട് സന്തോഷത്തോടുകൂടി വേണം നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായിക്കാൻ. അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. അല്ലാതെ എല്ലാ സഹായവും തിരിച്ചു വരുന്നില്ല. പല വിധത്തിലും സഹായം നമ്മൾ ചെയ്യുന്നുണ്ട് പലർക്കും, അതൊന്നും നമ്മളിലേക്ക് തിരിച്ചു വരണമെന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോഴെങ്കിലും നമ്മളിലേക്ക് തിരിച്ചു വരും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മെസ്സേജുകളൊക്കെ നമുക്ക് ശിവഭഗവാന്, ശിവരാത്രിയല്ലേ, എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ മെസ്സേജുകളെല്ലാം നമുക്ക് ഭഗവാന്റെ മെസ്സേജസ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എന്ന് ആലോചിക്കുക, എന്ന് മനസ്സിലാക്കണം. അടുത്തതായിട്ട് എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് വരുന്നത് ചില കാര്യങ്ങളിൽ നിങ്ങളിവിടെ 2 ഓഫ് സോഡിന്റെ എനർജിയാണ്. അതായത് സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ പെൻഡക്കിൾ ആണ്, പെൻഡക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ നമുക്ക് സോഡ്. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. അത് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതലായിട്ടും എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ, നമുക്കിപ്പോൾ പല കാര്യങ്ങളുണ്ട്, 2 കാര്യങ്ങളിൽ ഉണ്ട്. അത് എന്താണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ സംശയമുണ്ടാവാം. അതുമല്ല എങ്കിൽ എങ്ങനെയാണ് ചില കാര്യങ്ങളെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമ്മൾ ബുദ്ധിപരമായിട്ടും നമുക്ക് നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അവിടെയാണ് ഉറച്ചു നിൽക്കേണ്ടത്. എന്നിട്ട് ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് എന്താണോ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളുടേതായ കഴിവിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും റിയാലിറ്റിയിലേക്ക് വരിക. യാഥാർത്ഥ്യം എന്താണ്, ഈ ഒരു വസ്തുതയുടെ, നമ്മൾ സംശയിക്കുന്ന വസ്തുതയുടെ യാഥാർത്ഥ്യത്തെ അറിഞ്ഞ് മുന്നോട്ട് പോകൂ എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായി? അപ്പോൾ നിങ്ങളുടെ വസ്തുത എന്താണ്, യഥാർത്ഥ വസ്തുത എന്താണോ, നിങ്ങളിപ്പോൾ സംശയിക്കുന്ന കാര്യത്തിന്റെ യഥാർത്ഥ വസ്തുത എന്താണോ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യൂ എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ അവിടെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കും എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അല്ലാതെ വെറുതെ ഒരു മായിക ലോകത്തിങ്ങനെ ഇരുന്ന് ഒന്നും മനസ്സിലാക്കാത്ത ഒരവസ്ഥയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങിയാൽ എങ്ങും നിങ്ങൾക്ക് ചെന്നെത്തില്ല. അവിടെ നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല, സക്സസും ലഭിക്കില്ല. അതുകൊണ്ട് യാഥാർത്ഥ്യത്തെ അറിയാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടാത്തതായ കാര്യങ്ങൾ എന്തുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഇപ്പോൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നതായ എന്ത് പ്രശ്നമുണ്ടോ അതിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ്. മനസ്സിലായി? അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജിയെ വഹിച്ചുകൊണ്ട് നടന്നിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. മനസ്സിലായി? പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നിങ്ങൾ ശിവരാത്രി വ്രതമൊക്കെ എടുക്കുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കാം, അല്ലേ? അവിടെ എന്താണ് വേണ്ടത്? നമ്മൾ ശിവരാത്രി വ്രതമൊക്കെ എടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ പോകും, പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് വ്രതമെടുത്തു എന്നുള്ള ഒരു പേര് കേൾപ്പിക്കാൻ വേണ്ടി മാത്രം പോകുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെ ഒരിക്കലും പാടില്ല. നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളെ ഒക്കെയും ഉപേക്ഷിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ദൈവികമായ എനർജിയിൽ ഇരിക്കുകയാണ് വേണ്ടത്. മനസ്സിലായി? നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ ഇവിടെ ഇന്നത്തെ ദിവസം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആവശ്യമില്ലാത്ത മറ്റുള്ളവരോടുള്ള അസൂയ, വിദ്വേഷം, പക, ശത്രുത ഇതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാനോ അല്ലെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തെ വിളിക്കാനോ ഒന്നും പാടില്ല. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളെ വഹിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ഒന്നും നിങ്ങൾ നോക്കേണ്ട യാതൊരാവശ്യവുമില്ല. നിങ്ങൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നന്മയെ നിങ്ങൾ നിറയ്ക്കുക. നിങ്ങളുടെ മനസ്സിൽ നന്മയുടെ പ്രകാശത്തെ നിങ്ങളുടെ മനസ്സിൽ നിറച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളിലേക്ക് ദൈവികമായ എനർജി വരികയുള്ളൂ. മനസ്സിലായി? അവിടെ നിങ്ങൾക്ക് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. അല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് പകയും വിദ്വേഷവും ഒക്കെ ഉള്ളിൽ അമർത്തി വെച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തോട് കേണപേക്ഷിക്കുകയാണ്, എന്നോട് ഇത് ചെയ്തവർക്ക് തിരിച്ചടി കൊടുക്കണമേ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. അവിടെ നിങ്ങൾ അതിൽ ഉൾപ്പെടാൻ പാടില്ല. നിങ്ങൾ അത്തരത്തിലുള്ള ചിന്തകളിൽ ഉൾപ്പെടരുത് ഒരു കാരണവശാലും. നിങ്ങൾക്ക് എന്ത് വേണ്ടായോ, നിങ്ങൾ ചില ബന്ധങ്ങളിൽ അകപ്പെട്ടിട്ട് അവിടെ ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം, അല്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടാത്തതായ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഡിവൈനിൽ സറണ്ടർ ചെയ്യൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മനസ്സിലായി? അങ്ങനെ ഡിവൈനിൽ സറണ്ടർ ചെയ്ത് കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നന്മ വരുന്നത്. നിങ്ങൾക്ക് പിന്നീട് വരുന്നത് ആർക്കും കിട്ടാത്ത തരത്തിലുള്ള മനസമാധാനമാണ്. മനസ്സിലായി? ആവശ്യമില്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടാകാം, ബന്ധുക്കൾ ഉണ്ടാവാം, നിങ്ങൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ നിങ്ങളെ ഓർത്തിട്ട് നിങ്ങൾക്ക് ഇല്ലാത്തത് പറയുന്ന, നിങ്ങളുടെ പേരുദോഷം വരുത്തുന്ന, നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് നിങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരുപാട് പേർ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടാവാം. നിങ്ങൾ അവരെയൊക്കെ നല്ലവരാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടും ഉണ്ടാവാം. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം വേണ്ട എന്ന് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും മറ്റേത് തരത്തിലുള്ള കണക്ഷനായാലും അങ്ങനെ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെന്ന് വെക്കാവുന്നതാണ്. വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പരിശൂന്യമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോവുക.
മനസ്സിലായ? ദൈവികമായ ആ ഒരു പ്രകാശത്തിലേക്ക് നിങ്ങൾ പോവുക, നന്മയെ മാത്രം നിങ്ങൾ ചിന്തിക്കുക, നന്മയെ മാത്രം നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുക. അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ലതുപോലെ ഒരു മനസ്സമാധാനം ലഭിക്കും, നിങ്ങൾ പ്രയത്നിക്കുന്ന കാര്യത്തിൽ സക്സസ് ലഭിക്കും എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ നിങ്ങളോട് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ പറയുന്നത് ഈ ഒരു കാര്യമാണ്. മനസ്സിലായോ? ഇവിടെ 4 ഓഫ് സോഡിന്റെ എനർജിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഒരുപാട് പേർ കഷ്ടപ്പെടുന്നുണ്ട്, അതായത് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും. ഇവിടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നുണ്ട്. ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്ന ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ്. ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ദൈവികമായ എനർജിയിലിരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശ്വാസത്തിന്റെ ഗതിയെ മാത്രം അറിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കുറച്ചൊക്കെ ജോലി ചെയ്യുക, അവിടെ വിശ്രമം അത്യാവശ്യമാണ്. എന്നിട്ട് എന്താണ്, ദൈവികമായ ആ ഒരു എനർജിയെ നിലനിർത്താൻ ശ്രമിക്കുക നിങ്ങളുടെ ഉള്ളിൽ. അതായത് നിങ്ങളുടെ ഉള്ളിൽ ദൈവികമായ എനർജി, ഡിവൈൻ എനർജിയെ നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് ഒന്നും സാധിക്കാനില്ല. മനസ്സിലായി? അവിടെ നിങ്ങളുടെ എനർജിയെ ഡൗൺ ആക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളിവിടെ എനർജി വേസ്റ്റ് ആക്കരുത് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ഭഗവാൻ പറയുന്നത്. ഒരുപാട് അധ്വാനിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അല്പം വിശ്രമിക്കാവുന്നതുമാണ്. അതിനനുസരിച്ചുള്ള നിങ്ങളുടെ പരിശ്രമം അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വിശ്രമവും അത്യാവശ്യമാണ്. അതിലേക്ക് പോകണം എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും പരിശ്രമിക്കും, ഒരുപാട് പരിശ്രമിച്ചാലേ എനിക്ക് വിജയം കിട്ടൂ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അങ്ങ് പരിശ്രമത്തിൽ മാത്രം ഇരിക്കാനും പാടില്ല. കാരണം നിങ്ങൾ പരിശ്രമിക്കുന്നു, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉറപ്പാണ്. അല്ലാതെ എപ്പോഴും ദൈവികമായ എനർജിയിലിരിക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും പരിശ്രമത്തിലിരിക്കുന്നു, ഇത് രണ്ടും ആവശ്യമില്ല. ഇത് പകുതി മാത്രം മതിയാകും എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്, നിങ്ങളിലേക്ക് ഇവിടെ 7 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് എന്തിനുള്ള അവസരമാണ്? നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന കാര്യത്തിനുള്ള അവസരങ്ങൾ. നിങ്ങളുടെ ബന്ധങ്ങളിലായാലും നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് നല്ലതുപോലെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനനുസരിച്ചൊരു ക്ലാരിറ്റി കിട്ടാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ദൈവികമായ എനർജിയിൽ ഇരിക്കുകയും അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത്. അനാവശ്യകരമായ കാര്യങ്ങളെ നിങ്ങൾക്ക് ഉപേക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മനസ്സിൽ നന്മ നിറയ്ക്കുക. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അവസരങ്ങൾ വന്നു ചേരും. നിങ്ങൾ പോലും വിചാരിക്കാതെ അപ്രതീക്ഷിതമായി അവിചാരിതമായി പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇവിടെ അവസരങ്ങൾ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് ചിലപ്പോൾ വിവാഹ പ്രപ്പോസലുകൾ നോക്കിയിരിക്കുന്നവർക്ക് ഒരുപാട് തരത്തിലുള്ള അവസരങ്ങൾ വരുന്നു. ജോലി നോക്കിയിരിക്കുന്നവർക്ക് പലതരത്തിലുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ഏത് കാര്യത്തിലും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പല വിധത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് ഏതാണോ അതിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള അവസരവും ലഭിക്കുന്നതാണ്. അത് ബുദ്ധിപൂർവം ചെയ്യുക എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അടുത്തായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് 8 ഓഫ് സോഡിന്റെ എനർജിയാണ്. കണ്ടില്ലേ? 8 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ സ്വയം നിങ്ങളുടെ മനസ്സിനെ ഇവിടെ ബന്ധനത്തിലാക്കി വെച്ചിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭീരുത്വമാണ്. ഇവിടെ ഭീരുത്വം അനുഭവിക്കുന്നു, കണ്ണുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നു, മുൻപിലൊക്കെ തടസ്സങ്ങളാണ്. അപ്പൊ ഇവിടെ നിന്നും മുന്നോട്ട് വരണമെന്ന് നിങ്ങൾ ഏതെങ്കിലും സമയത്തെങ്കിലും ആഗ്രഹിച്ചു പോയാൽ അത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ ഇവിടെ വഴിയുണ്ട്. മനസ്സിലായോ? മറ്റുള്ളവർ നിങ്ങൾ മുന്നോട്ട് വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് വരാതിരിക്കാനായിട്ട് മറ്റുള്ളവർ പ്രയത്നിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രേ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അവരുടെ പ്രേ ചെയ്യൽ എന്ന് പറയുന്നതിനെ നിഷ്ഫലമാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. തന്നെയുമല്ല, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ ചെയ്യുക.
അവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയാണ് വേണ്ടത്. ഇപ്പോൾ ഏത് കാര്യത്തിലാണോ നിങ്ങൾ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നത്, അല്ല എങ്കിൽ അതിൻ്റെതായ ചട്ടക്കൂടിനുള്ളിൽ നിങ്ങൾ അടച്ചിരിക്കുന്നത് എവിടെയാണോ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നു. കാരണം എനിക്കിവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല, എന്നെ ഈ ഒരു സാഹചര്യം ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിനുള്ള ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. അവിടെ ഒരു തോൽവി നിങ്ങൾക്ക് സംഭവിക്കുന്നതിനുള്ള കാരണം അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദി, അതിനുള്ള കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. മനസ്സിലായി? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാവുന്നതാണ്, ഐ ആം കേപ്പബിൾ, ഞാൻ കഴിവുള്ള വ്യക്തിയാണ്, ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തിയല്ല, എനിക്ക് ഉയരങ്ങളിലേക്ക് പറക്കാൻ ആഗ്രഹമുണ്ട്, ഉയരങ്ങളിലേക്ക് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഭഗവാൻ അതിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തരുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്, ഐ ആം കേപ്പബിൾ, ഐ ആം റിച്ച്, ഐ ആം എ മണി മാഗ്നറ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് പറയാവുന്നതാണ്. മനസ്സിലായോ? അപ്പോ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ തീർത്തും നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും മോചനം കൊടുക്കാവുന്നതാണ്. മോചിപ്പിക്കണം. നിങ്ങൾ സ്വയം വരുത്തി വെച്ച ബന്ധത്തിൽ നിന്നും, ആ ബന്ധനത്തിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മോചിപ്പിക്കണം. മോചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറയുന്നു, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളാണ് നിങ്ങളുടെ മനസ്സിനെ ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരൂ, നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തികളാണ്, നിങ്ങൾ വിചാരിക്കാമെങ്കിൽ നിങ്ങളെ കൊണ്ട് പലതും നേടിയെടുക്കാൻ സാധിക്കും, നിങ്ങൾ മറ്റുള്ളവരുടെ അടിമയായി കഴിയേണ്ട ആൾക്കാരല്ല, നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ലഭിക്കാനുണ്ട്, അപ്പോൾ നിങ്ങൾ അതിലേക്ക് വരൂ എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ നിങ്ങളോട് ഇന്നത്തെ ദിവസം പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് വരൂ. ഇവിടെ അതുപോലെ തന്നെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ ഉപേക്ഷിച്ച് ആരെങ്കിലും പോയിട്ടുണ്ടോ, നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് ചില വ്യക്തികളുണ്ടോ, അവർക്ക് വേണ്ടി നിങ്ങൾ തപസ് ചെയ്യാൻ പാടില്ല, അവർ വന്നേ മതിയാകൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പാടില്ല, അവരുടെ പിന്നാലെ പോകുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. നിങ്ങളെ ആർക്ക് വേണ്ടെന്ന് പറഞ്ഞോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നലെ അവരെ വേണ്ടെന്ന് വെക്കാവുന്നതാണ്. മനസ്സിലായി? അവർക്ക് ഇന്ന് നിങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ പറഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയാം, എനിക്ക് ഇന്നലെ വേണ്ട. അവിടെ പ്രശ്നം കഴിഞ്ഞു. സമാധാനത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. അവിടെയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ശാന്തത ലഭിക്കുന്നത്. നല്ല ഒരു ലൈഫ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. പകരം നിങ്ങൾ ഇത്തരത്തിലുള്ള കെട്ടുപാടിൽ നിന്നും മുന്നോട്ട് വരികയാണ് വേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നു. അടുത്തതായിട്ട് എന്താണ് നോക്കാം നമുക്ക്. ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആകാൻ കഴിയുന്ന നിങ്ങൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. ക്യൂൻ ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് നല്ല മാറ്റം വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, നിങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളിലൂടെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ്. നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ സാധിക്കുന്നു. എല്ലാ വ്യക്തികളുടെയും ആഗ്രഹമാണെന്ന് ഫ്രീഡം കിട്ടണം, ഇൻഡിപെൻഡന്റ് ആവണം. പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കാത്ത ആരും കാണില്ല. എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ തന്നെയാണ്, അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫ്രീഡത്തിലേക്ക് നിങ്ങൾ, ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്നിടങ്ങളിലായാലും നിങ്ങൾക്കൊരു മുൻഗണന, നിങ്ങൾക്കൊരു പ്രയോറിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു അതോറിറ്റി പവർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ നിങ്ങളെ ആദരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു മനസ്സിന്റെ സാഹചര്യത്തെ എല്ലാം നിങ്ങൾക്ക് വന്നു ചേർന്ന സാഹചര്യങ്ങളെ എല്ലാം നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്നു. നല്ല ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇവിടെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഈ ഒരു മാറ്റത്തിൽ നിന്നും നിങ്ങൾക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. അവിടെയാണ് നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ സാധിക്കുന്നത്. മനസ്സിലായോ? മറ്റുള്ളവരുടെ ഒന്നും ഉപദേശം കേൾക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു സഹായവും ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല.
ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ക്യൂനാവാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ കിങ് ആവാൻ സാധിക്കുന്നു എന്ന് നമുക്ക് പറയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന്. അതാണ് ഇന്ന് നിങ്ങൾക്ക് ഭഗവാൻ തരുന്ന അനുഗ്രഹം, അതാണ്. ഇവിടെയോ ട്രാൻസ്ഫർമേഷനാണ്, നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. കണ്ടില്ലേ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ളതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതുമായ മാറ്റങ്ങളാണ്, പരിവർത്തനങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെയാണ് നിങ്ങൾക്ക് സന്തോഷം വരാൻ പോകുന്നത് എന്നാണ് കാണുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ല സന്തോഷത്തിലേക്ക്, അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ എനർജിയിലിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒറക്കിൾ കാർഡ്സ് ഒന്ന് നോക്കാവേ. സക്സസ് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ. ഇവിടെയാണ് നിങ്ങൾക്ക് സക്സസ് വരാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ഭഗവാൻ പറയുന്ന ഈ ഒരു അനുഗ്രഹങ്ങളിലൂടെ, അല്ലെങ്കിൽ ഭഗവാൻ തരുന്ന അനുഗ്രഹങ്ങളിലൂടെ, ഭഗവാൻ പറയുന്ന വാക്കുകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ സക്സസ് നേടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സക്സസ് വരുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഐസൊലേഷനാണ്, പല കാര്യങ്ങളിലും നിങ്ങൾ ഇവിടെ സ്റ്റക്കാണ്, കണ്ടില്ലേ. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ നിന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. അതായത് മഞ്ഞുരുകുന്നത് പോലെ നിങ്ങളുടെ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ഉരുകി തീരാറാവുന്നു എന്നുള്ളതാണ്. ഉരുകിപ്പോകും നിങ്ങൾക്ക്, മനസ്സിലായി. അങ്ങനെ ഉരുകിപ്പോകുന്ന ആ ഒരു ദുഃഖത്തിൽ നിന്നും, ദുഃഖങ്ങളെല്ലാം നിങ്ങളുടെ ഉരുകിപ്പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഐസൊലേഷൻ ആണ്, സ്റ്റക്നെസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നു, നിങ്ങൾ ഒരു സന്തോഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതുമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അബണ്ടൻസ് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമൃദ്ധി വരാനുള്ള സമയമായിരിക്കുന്നു. സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നു, പല കാര്യങ്ങളുടെയും സമൃദ്ധി, സ്നേഹത്തിന്റെ സമൃദ്ധി, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സ്നേഹത്തിന്റെ സമൃദ്ധി, സാമ്പത്തികത്തിന്റെ സമൃദ്ധി, അതുപോലെ മെറ്റീരിയൽ ആയാലും ഫിനാൻഷ്യൽ ആയാലും നിങ്ങൾക്കൊരു സമൃദ്ധി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്കിന്ന് ഫോർച്യൂൺ കാർഡ്സ് കൂടെ ഒന്ന് എടുക്കാവേ. നമുക്കൊന്ന് നോക്കാം. സിസേഴ്സ്, ലവ്, 5 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് ഡിസംബർ മന്ത് ആണ്. അപ്പോൾ ഡിസംബർ മന്ത് ആർക്കെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് റീത്ത് എന്ന് പറയുന്ന കാർഡാണ് ആദ്യം വന്നിരിക്കുന്നത്. കാരണം സോറോ ഓവർ എ ലോസ് ആണ്. ഏതെങ്കിലും നഷ്ടത്തിന്റെ പേരിൽ നിങ്ങൾ ഇന്ന് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖം ഉണ്ടാവാം. സിസേഴ്സ്, ഡിസപ്പോയിൻമെന്റ് ഇൻ സം അഫെയർ, ആരിൽ നിന്നെങ്കിലും ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു നിരാശ ഉണ്ടാവാം. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും. കാരണം ഇന്നത്തെ ദിവസം വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജി ഉണ്ട്. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ വുമൺ, ഏതെങ്കിലും ലേഡിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉടമ്പടിയോ അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിലോ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. ലവ് ആണ് വന്നിരിക്കുന്നത്. പലർക്കും ലവ് തുടങ്ങാനുള്ളത്, അല്ലെങ്കിൽ നല്ല സ്നേഹം മറ്റുള്ളവരുടേത് പിടിച്ചു പറ്റാൻ ദൈവികമായൊരു സ്നേഹം നിങ്ങളിലേക്ക് ആരിൽ നിന്നെങ്കിലും ഒക്കെയോ വരുന്ന ദിവസമാണ് ഇന്ന് എന്ന് മനസ്സിലാക്കാം. ഇവിടെ എ ചേഞ്ച് ഫോർ ദ ബെറ്റർ, നല്ലത് ബട്ടർഫ്ലൈ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ചേഞ്ച് വരാൻ പോകുന്നു. വളരെ നല്ല ചേഞ്ച് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹം.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.